ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ അടുത്ത 5 കൊല്ലം കേരളം മാറി ഭരിക്കും. പിണറായി വിജയൻ്റെ ഒരു തുടർഭരണം ഉണ്ടാകുമോ, അതോ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമോ? ഏറ്റവും പുതിയ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 9 ദിവസം കൂടെ ഇല്ലേ ഉള്ളൂ. അപ്പം ഇനി ഓരോ ദിവസത്തെ എക്സിറ്റ് പോൾ ഞാൻ എന്തായാലും ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അപ്പം എന്തായാലും നോക്കാം, നമുക്ക് ഈ എക്സിറ്റ് പോൾ പറയുന്നത് കറക്റ്റ് ആവുമോ അല്ലയോ എന്ന്. എനിക്കൊരു 99% എനിക്ക് ഈ ഒരു എക്സിറ്റ് പോളിനകത്ത് വിശ്വാസമുണ്ട്. കാരണം എന്തായാലും റിസൾട്ട് വന്നിട്ട് നമുക്ക് നോക്കാം. അടുത്ത 9 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ എക്സിറ്റ് പോൾ പറയുന്നത് കറക്റ്റാണോ അല്ലയോ നമുക്ക് നോക്കാം. എന്തായാലും എനിക്കിതിനകത്ത് വിശ്വാസമുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ തവണയും ഞാൻ ഈ എക്സിറ്റ് പോൾ നോക്കുന്ന സമയത്ത്, കാരണം പിണറായി സർക്കാർ 2 തവണയും അധികാരത്തിൽ വരുമെന്ന് ഈ എക്സിറ്റ് പോളിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സിറ്റ് പോളിനകത്ത് പറഞ്ഞേക്കുന്ന അതേപോലെയായിരുന്നു നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു ഉറപ്പ് പറയാൻ സാധിക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം. പിന്നെ അധികാരത്തിൽ വന്നാലും ഭരണത്തിൽ വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാധാരണപ്പെട്ട പാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല എന്തെങ്കിലും ചെയ്താൽ മതി. ചിലപ്പോൾ ഞാൻ ഈ എക്സിറ്റ് പോൾ പറയുമ്പോഴത്തേക്ക് കുരു പൊട്ടി ഒലിക്കുന്ന ഒരുപാട് ആളുകൾ കാണും. അതങ്ങനെയാണ്, സ്വാഭാവികമായിട്ടാണ്. ഇപ്പം UDF പുകഴ്ത്തി സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ UDF കുറച്ച് സീറ്റ് കൂടുതൽ കയറ്റി പറയുവാണെങ്കിൽ UDF വന്ന് സപ്പോർട്ട് ചെയ്യും. LDFകാർ വന്ന് ചീത്ത വിളിക്കും, തെറി വിളിക്കും. ഇനി LDF കുറച്ച് സീറ്റ് കൂടുതൽ കയറ്റി പൊക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ UDFകാർ ഒന്ന് തെറി വിളിക്കും. അങ്ങനെയാലും തെറി വിളി ഉറപ്പാണ്. പിന്നെ എന്നെ തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ എക്സിറ്റ് പോൾ തയ്യാറാക്കി അവരെ പോയി ചീത്ത വിളിച്ചു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഒരു എക്സിറ്റ് പോളിനകത്ത് എനിക്ക് ഒരു 99% എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇനി ഓരോ ദിവസത്തും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അപ്പം അതുപോലെ നിങ്ങൾ അഭിപ്രായം കൂടെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പം അടുത്ത കേരളം ആര് ഭരിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. പിണറായി വിജയൻ്റെ ഭരണമാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ UDF ഒരു പുതിയൊരു തന്ത്രങ്ങൾ, അവരെന്തൊക്കെ തന്ത്രങ്ങളൊക്കെ കൊണ്ടുവരും, എന്തൊക്കെ പുതുതായിട്ട് കൊണ്ടുവരുമെന്നൊക്കെ അറിയണം. ഞാൻ നോക്കിയിട്ടൊരു ഭരണമാറ്റം നല്ലതായിരിക്കും. ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം മാറി ഒരു 5 വർഷം UDF ഭരിക്കട്ടെ, ഒരു 5 വർഷം LDF ഭരിക്കട്ടെ, അങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സാധാരണക്കാർക്ക് അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും. ഇപ്പം തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പൈസ കൊണ്ട് കൊടുത്തല്ലോ. 10 വർഷത്തിൽ ഒരിക്കലാണ് കിട്ടിയത്. ആ കിട്ടുന്ന പൈസ മേടിച്ച് പോക്കറ്റിൽ വെക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതൊക്കെ ഒരു തവണ കിട്ടുന്ന 5 കൊല്ലത്തിലും 10 കൊല്ലത്തിലും ഒരു തവണ കിട്ടുന്ന ഒരു ഭാഗ്യങ്ങളാണ്. അപ്പം അത് 10,000 5,000 അല്ലെങ്കിൽ 2,000 കിട്ടുവാണെങ്കിൽ അത് പോക്കറ്റിൽ മേടിച്ച് വെച്ചിട്ട് വോട്ട് ചെയ്യാമെന്ന് മാത്രം പറയാം. പിന്നെ നിങ്ങളെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ആർക്കാണ് വോട്ട് കൊടുക്കാൻ താല്പര്യം, അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് വായിക്കാം. ഓരോ ജില്ലയിലും ഓരോ സീറ്റുകളിൽ എത്ര സീറ്റ്, ഓരോ ആളുകൾ എത്ര സീറ്റ് നേടിയിട്ടുണ്ട്, LDF UDF അതുപോലെ NDA എത്ര സീറ്റ് നേടിയിട്ടുണ്ടെന്ന് ഞാനിവിടെ വായിക്കാം. ഓക്കെ, ആദ്യം തന്നെ കണ്ണൂർ മൊത്തത്തിൽ 11 സീറ്റുകളാണ് ഉള്ളത്. നമുക്കറിയാം 11 സീറ്റുകളിൽ LDF അവിടെ കുതിച്ചു കയറി നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. LDF 6 സീറ്റാണ്. അത് പിന്നെ കണ്ണൂർ LDF കോട്ടയാണ്. LDF 6 സീറ്റ്, അതുപോലെ UDF 5 സീറ്റുകളുമായിട്ട് തൊട്ട് പുറകെ തന്നെ ഉണ്ട്. NDAക്കൊന്നും അവിടെ സീറ്റില്ല. NDAക്ക് അവിടെ സീറ്റില്ല. അതുപോലെ മറ്റ് ടീംസിനൊന്നും അവിടെ സീറ്റില്ല. അപ്പം LDF 6ഉം UDF 5ഉം കണ്ണൂർ 11 സീറ്റുകളിൽ. അടുത്തത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ മൊത്തത്തിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ LDF 3 സീറ്റുമായിട്ട് മുൻപിലാണ് അവിടെ നിൽക്കുന്നത്. തൊട്ട് പുറകെ തന്നെ UDF ഉണ്ട് 2 സീറ്റുകളുമായിട്ട്. പിന്നെ NDAക്കോ മറ്റ് ടീംസിനോ അവിടെ സീറ്റുകൾ ഒന്നും തന്നെ ഇല്ല ഈ എക്സിറ്റ് പോളിനകത്ത് പറയുന്നത്. ഓക്കെ, അടുത്തത് കോട്ടയമാണ്. കോട്ടയത്ത് 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റിൽ LDF 5 സീറ്റുമായിട്ട് മുന്നിലാണ്. UDF 4 സീറ്റുമായിട്ട് തൊട്ട് പിറകെ തന്നെ ഉണ്ട്. NDAക്കോ മറ്റ് ടീംസിനോ അവിടെ സീറ്റേ ഇല്ല. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ മൊത്തത്തിൽ 13 സീറ്റുകളാണുള്ളത്. നമുക്കറിയാം 13 സീറ്റിൽ LDF 6 സീറ്റും അതുപോലെ UDF 6 സീറ്റും അവിടെ കട്ടയ്ക്കാണ് ഇവിടെ പോരാടുന്നത്. തൃശ്ശൂർ LDFും UDFും കട്ടയ്ക്ക് നിൽക്കുകയാണ്. 2 ടീംസിനും 6 സീറ്റ് വീതമാണ് ഇവിടെ എക്സിറ്റ് പോളിനകത്ത് കാണാൻ സാധിക്കുന്നത്.
അതുപോലെ എൻ ഡി എക്ക് അവിടെ ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ 13 സീറ്റുകൾ. അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ 5 സീറ്റുകളേ ഉള്ളൂ. 5 സീറ്റുകളിൽ എൽ ഡി എഫ് 3 സീറ്റുമായിട്ട് മുൻപിലാണ്. തൊട്ട് പിറകെ യു ഡി എഫ് 2 സീറ്റുമായിട്ട് തൊട്ട് പിറകെ തന്നെ യു ഡി എഫ് ഉണ്ട്. മൊത്തത്തിൽ 5 സീറ്റുകളിൽ 3 സീറ്റ് എൽ ഡി എഫ് അവിടെ തൂത്തുവാരിയിട്ടുണ്ട്. യു ഡി എഫ് 2 സീറ്റുകളുമായിട്ട് യു ഡി എഫ് മുന്നിലുണ്ട്. അടുത്തത് പാലക്കാടാണ്. പാലക്കാട് 12 സീറ്റുകളാണ് മൊത്തത്തിലുള്ളത്. 12 സീറ്റുകളിൽ എൽ ഡി എഫ് 5 സീറ്റും യു ഡി എഫ് 6 സീറ്റും എൻ ഡി എ 1 സീറ്റുമാണുള്ളത്. എൻ ഡി എക്ക് അവിടെ എങ്ങനെ സീറ്റ് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അവസാനത്തെ നിമിഷത്തിൽ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ശോഭാ സുരേന്ദ്രൻ്റെ അവിടുത്തെ പ്രവൃത്തിയൊക്കെ ജനങ്ങൾ കണ്ടാണ്. പിന്നെ എങ്ങനെ ഈ എൻ ഡി എക്ക് സീറ്റ് കിട്ടിയെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കാണൂടെ, പൊട്ടന്മാരും കാണും. എല്ലാ കൂട്ടത്തിലും പല ടൈപ്പ് ഓഫ് ആളുകളുണ്ടല്ലോ. അതിൽ കുറച്ച് ആളുകൾ വോട്ട് ചെയ്ത് കാണും. അപ്പോൾ പാലക്കാട് 12 സീറ്റാണ്. 12 സീറ്റിൽ എൽ ഡി എഫ് 5 സീറ്റും യു ഡി എഫ് 6 സീറ്റുമായിട്ട് മുന്നിൽ ഇപ്പോൾ എൻ ഡി എ 1 സീറ്റ്. അടുത്തത് ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണ് ഉള്ളത്. 9 സീറ്റുകളിൽ എൽ ഡി എഫ് 4 സീറ്റും യു ഡി എഫ് 5 സീറ്റുകളുമായിട്ട് മുന്നിൽ നിൽപ്പുണ്ട്. എൻ ഡി എക്കൊന്നും അവിടെ സീറ്റേ ഇല്ല. എൽ ഡി എഫ് 4 സീറ്റും യു ഡി എഫ് 5 സീറ്റുമാണ്. ഇപ്പോൾ യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത് ആലപ്പുഴയിൽ. അടുത്തത് കാലിക്കറ്റാണ്. ഇപ്പോൾ കോഴിക്കോട് 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ എക്സിറ്റ് പോളിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിന് അവിടെ 5 സീറ്റുകൾ മാത്രമേ കോഴിക്കോട് നേടാൻ സാധിച്ചിട്ടുള്ളൂ. യു ഡി എഫിന് 7 സീറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എൻ ഡി എക്ക് 1 സീറ്റ്. ഈ കോഴിക്കോട് ഇങ്ങനെ എൻ ഡി എക്ക് 1 സീറ്റ് വന്നതെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അവിടെയും തലയ്ക്ക് വെളിവില്ലാത്ത ആളുകൾ ഉണ്ടോടെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം കോഴിക്കോട് 13 സീറ്റുകളിൽ എൽ ഡി എഫിന് 5 സീറ്റുകളും യു ഡി എഫിന് 7 സീറ്റുകളും എൻ ഡി എക്ക് 1 സീറ്റുമാണ്. യു ഡി എഫ് ആണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. കുതിച്ച് മുന്നിൽ നിൽക്കുന്നത് യു ഡി എഫ് ആണ്. അടുത്തത് കാസർഗോഡാണ്. കാസർഗോഡ് 5 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 5 സീറ്റുകൾ. കാസർഗോഡ് ഇവിടെ എൽ ഡി എഫ് 3 സീറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ യു ഡി എഫിന് 2 സീറ്റുമാണ് കാണിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് എനിക്കൊരു ഡൗട്ട്സ് ഉണ്ട്. കാസർഗോഡ് കാരണം യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എൽ ഡി എഫിന് അവിടെ 3 സീറ്റ് വരാനുള്ളൊരു കാരണം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഈ എക്സിറ്റ് പോളിനകത്ത് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിന് 3 സീറ്റും യു ഡി എഫിന് 2 സീറ്റുമാണ് കൊടുത്തേക്കുന്നത്. യു ഡി എഫിന് 2 സീറ്റ് അവിടെ 2 സീറ്റിലേക്കും ആവാൻ കാരണം എനിക്കറിയത്തില്ല. പക്ഷേ കാസർഗോഡ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. ഇപ്പോൾ ഈ എക്സിറ്റ് പോളിനകത്ത് പറയുന്നത് 2 സീറ്റ് മാത്രമേ യു ഡി എഫിന് അവിടെ നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് 5 സീറ്റിൽ. അടുത്തത് എറണാകുളമാണ്. എറണാകുളം മൊത്തത്തിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റിൽ എൽ ഡി എഫിന് 4 സീറ്റും യു ഡി എഫ് കുതിച്ച് കയറി അവിടെ നിൽക്കുവാണ്. 9 സീറ്റാണ് യു ഡി എഫിനുള്ളത്. ഇപ്പോൾ കുതിച്ച് കയറി നിൽക്കുന്ന പറയുമ്പോഴേക്കും കുറേ എണ്ണം വന്ന് കമൻറ്റിലും വീഴും. കാരണം ഞാൻ കഴിഞ്ഞ ഒരു വട്ടം എക്സിറ്റ് പോളിനകത്ത് പറയും ഇതുപോലെ കുതിച്ച് കയറി മുന്നിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാണാം അടുത്ത 4-ാം തീയതി കഴിയട്ടെ ഈ കുതിച്ചുകയറ്റമൊക്കെ നമുക്കൊന്ന് കാണണം എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ കമൻറ്റിൽ വന്ന് മെഴുകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞത് എന്നെ വന്നിട്ട് തെറി വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പം എക്സിറ്റ് പോൾ പറയുന്നത് തെറ്റാറില്ല എന്നാണ് ഞാൻ ഇവരിടുന്ന എക്സിറ്റ് പോൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കേട്ടോ. ഇതിനു മുമ്പും എൽ ഡി എഫ് 2 വട്ടം ഭരണത്തിലേക്ക് വന്ന സമയത്തും ഇവരെ ഈ പോളാണ് ഞാൻ നോക്കിയിട്ടുള്ളതും. ഇവരെ ഈ എക്സിറ്റ് പോളിനകത്തും അതുപോലെ ഇലക്ഷൻ സർവേക്കകത്തൊക്കെ പറഞ്ഞിട്ടുള്ള കറക്റ്റ് പക്കയായിട്ടുള്ള കാര്യമാണ്. കുരുപൊട്ടിയിട്ടൊന്നും കാര്യമില്ല. ആര് ഭരിച്ചാലും ഈ കുരുപൊട്ടുന്ന ആളുകളെ ഞാനൊന്ന് ആലോചിക്കട്ടെ. ആര് ഭരിച്ചാലും എനിക്കും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്ന ആളുകൾ വന്നിരിക്കട്ടെ, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എറണാകുളത്ത് 14 സീറ്റിൽ എൽ ഡി എഫ് 4 സീറ്റും യു ഡി എഫ് 9 സീറ്റും എൻ ഡി എക്ക് എറണാകുളത്ത് 1 സീറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഭാഗ്യം എന്നുണ്ടെങ്കിൽ തന്നെ പറയാം. അടുത്തത് വയനാട് മൊത്തത്തിൽ 3 സീറ്റേ ഉള്ളൂ. 3 സീറ്റിൽ എൽ ഡി എഫ് വൻ പരാജയമായിട്ട് 1 സീറ്റ് മാത്രമേ അവിടെ നേടിയിട്ടുള്ളൂ. യു ഡി എഫ് 2 സീറ്റ് അവിടെ കരസ്ഥമാക്കിയിട്ടുണ്ട്. വയനാട് 3 സീറ്റിൽ 2 സീറ്റ് യു ഡി എഫ്, 1 സീറ്റ് എൽ ഡി എഫ്. വയനാടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തുകൊണ്ട് എൽ ഡി എഫിന് അവിടെ 1 സീറ്റ് വന്നെന്നും യു ഡി എഫിന് അവിടെ 2 സീറ്റ് വന്നെന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
ജനങ്ങൾ എന്തുകൊണ്ട് മാറി ചിന്തിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. മലപ്പുറം 16 സീറ്റാണുള്ളത്. 16 സീറ്റിൽ LDF 5 സീറ്റും UDF 11 സീറ്റുമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ UDF ആണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. എത്ര സീറ്റിൻ്റെ വ്യത്യാസം നോക്കണേ. മലപ്പുറത്ത് UDF 11 സീറ്റാണ്. അതുപോലെ LDF 5 സീറ്റുകൾ മാത്രമേ മലപ്പുറം നേടാൻ സാധിച്ചിട്ടുള്ളൂ. 16 സീറ്റുകളാണ് മൊത്തത്തിൽ ഉള്ളത്. അടുത്തത് കൊല്ലമാണ്. കൊല്ലം 11 സീറ്റുകളിൽ LDF 4 സീറ്റും UDF 7 സീറ്റുമായിട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. 7 സീറ്റാണ് UDF അവിടെ നേടിയിട്ടുള്ളത്. അടുത്തത് തിരുവനന്തപുരം 14 സീറ്റാണ്. 14 സീറ്റിൽ LDF 5 സീറ്റും UDF 6 സീറ്റും. NDAക്ക് അവിടെ 3 സീറ്റ് കാണിക്കുന്നുണ്ട്. NDAക്ക് 3 സീറ്റ് വരാനുള്ള കാരണം തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഒരു 2 സീറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ 3 സീറ്റ് എക്സിറ്റ് പോളിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് LDF 5 സീറ്റും UDF 6 സീറ്റും NDA 3 സീറ്റുമാണ്. എനിക്ക് തോന്നുന്നു ആര്യ രാജേന്ദ്രൻ്റെ ഒരു ഭരണം കാരണം ആളുകൾ വെറുത്ത് NDAക്ക് കൊടുത്താന്ന് തോന്നുന്നു സീറ്റുകൾ. ഓക്കെ, അപ്പം ഇത്രയും ഓക്കെ, അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ഏറ്റവും പുതിയ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട്. അപ്പം ഇതിനകത്ത് ടോട്ടൽ ഞാനൊന്ന് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് പറയാം. ടോട്ടൽ LDF 59 സീറ്റുകൾ മാത്രമേ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. 59 സീറ്റുകളുമായിട്ട് LDF ഉണ്ട്. 74 സീറ്റുകളുമായിട്ട് UDF നിൽക്കുന്നുണ്ട്. 7 സീറ്റുകൾ BJPക്ക് 7 സീറ്റ്, NDAക്ക് 7 സീറ്റുകളുമായിട്ട് NDA 3-ാം സ്ഥാനത്ത് നിൽപ്പുണ്ട്. അപ്പം 74 സീറ്റുകളുമായിട്ട് UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. തൊട്ട് പിറകെ തന്നെ LDF ഉണ്ട് 59 സീറ്റുമായിട്ട്. തൊട്ട് പിറകെ തന്നെ NDA ഉണ്ട്, BJP ഉണ്ട് 7 സീറ്റുമായിട്ട്. അപ്പം ഈ ഒരു എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് കണ്ടത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തത് UDFൻ്റെ ഒരു ഭരണം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ എക്സിറ്റ് പോളിനകത്ത് പറയുന്നത്. ഇതിന് മാറി ഇനി ചിലപ്പോൾ അടുത്ത ദിവസം ഇത് വീണ്ടും മാറും, സീറ്റുകൾ മാറും. ചിലപ്പം LDFന് കുറച്ച് സീറ്റുകൾ അങ്ങോട്ട് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇനിയുള്ള അടുത്ത 9 ദിവസം ഉള്ള എക്സിറ്റ് പോൾ എന്ന് വെച്ചാൽ കട്ടയ്ക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു മത്സരം തന്നെ കാണുന്ന രീതിയിലുള്ളൊരു എക്സിറ്റ് പോളായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അടുത്ത ദിവസത്തെ എക്സിറ്റ് പോളിനകത്ത് ചിലപ്പോൾ ഇതൊക്കെ സീറ്റുകളൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം LDF മുൻപിൽ വരാം. എന്തായാലും ഇത് അവസാനം വോട്ടെണ്ണുന്നതിൻ്റെ തലേന്നത്തെ ദിവസം വരുന്ന എക്സിറ്റ് പോളാണ് പക്കയായിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത കേരളം ആര് ഭരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യും. വീഡിയോ ലൈക്ക് ചെയ്യണം എല്ലാവരും. അതുപോലെ ചാനൽ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.